ഇടുക്കി ജില്ലയിലെ ഏറ്റവും പ്രായം കൂടിയ ആൾ വോട്ട് ചെയ്തിരിക്കുകയാണ്. ഇരട്ടയാർ 10-ാം വാർഡിലെ 103 വയസ്സുള്ള ആന്റണി വർക്കിയാണ് ഈ വോട്ട് ചെയ്യാനെത്തിയത്. അവിടെ നിന്നും കൂടുതൽ വിവരങ്ങളുമായി സുബിൻ തോമസ് ചേരുന്നുണ്ട്. സുബിൻ, ഗുഡ് ആഫ്റ്റർനൂൺ. ജനാധിപത്യത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ച അതായിരിക്കും ഒരുപക്ഷെ ഇടുക്കിയിൽ ഇന്ന് കണ്ടത്. 103 വയസ്സുള്ള ആളാണ്, ഏറ്റവും പ്രായം കൂടിയ ആളാണ് ഇടുക്കിയിൽ വോട്ട് ചെയ്യാനെത്തിയത്. അതെന്തായാലും അതിന് നേർസാക്ഷ്യം വഹിക്കാൻ സുബിന് സാധിച്ചു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? അദ്ദേഹം ഒറ്റയ്ക്കാണോ എത്തിയത്? തീർച്ചയായും അത്യന്തം മനോഹരമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. അതായത് 104 വയസ്സുള്ള ആന്റണി വർക്കി എന്ന ഒരു വോട്ടറാണ്, മുതിർന്ന വോട്ടർ എന്ന് തന്നെ പറയാം. അദ്ദേഹമാണ് ഈ ഒരു വോട്ട് ചെയ്യുന്നതിനായി എത്തിയത്. ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലാണ് വോട്ട് ചെയ്തത്. ശാന്തിഗ്രാം ഗവൺമെന്റ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വോട്ടുണ്ടായിരുന്നത്. അതായത് വോട്ട് ചെയ്യാൻ തുടങ്ങിയ കാലം മുതൽ ഈ 104 വയസ്സ് വരെ ഒരു തവണ പോലും ഈ തന്റെ സമ്മതിദാനാവകാശം അദ്ദേഹം മിസ്സാക്കിയിട്ടില്ല, അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിട്ടില്ല. എവിടെയാണെങ്കിലും ആ വോട്ട് ചെയ്യുന്നതിനായി നാട്ടിലെത്തി വോട്ട് ചെയ്യുന്ന ഒരു ആളാണ് ആന്റണി വർക്കി. ഇപ്പോൾ നിലവിൽ 104 വയസ്സുണ്ട്. ഇപ്പോഴും പല കാര്യങ്ങളും അദ്ദേഹം പണ്ട് കട്ടപ്പന ഗ്രാമപഞ്ചായത്തായിരുന്ന കാലത്ത് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് രൂപീകരിച്ചിരുന്നില്ല. ആ സമയത്ത് കട്ടപ്പന ഗ്രാമപഞ്ചായത്തിനോട് ചേർന്നാണ് ഇരട്ടയാർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രദേശങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നത്. ആ സമയത്ത് പഞ്ചായത്ത് മെമ്പർ ആയിരുന്ന വ്യക്തി കൂടിയാണ് ഈ ആന്റണി വർക്കി. ആ കാലഘട്ടത്തെ ഓർമ്മകളെല്ലാം അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനം അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോയതും അത് ഏത് രീതിയിലാണ്, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്തായിരുന്നു. അതായത് കേരള കോൺഗ്രസ്സുകാരനായിരുന്നു, കോൺഗ്രസിന്റെ നേതാവായിരുന്നു. അതിനുശേഷം KM മാണി കേരള കോൺഗ്രസ് രൂപീകരിച്ചതോടുകൂടി കേരള കോൺഗ്രസിന്റെ മുഖമായി അത്തരത്തിൽ ആ പഴയകാല ഓർമ്മകളെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. ഇനിയും വോട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹം അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ട്. അദ്ദേഹം തമാശ രൂപേണ പറയുന്നു, അടുത്ത വോട്ടിന് ഞാൻ ഉണ്ടാകുമോ എന്നറിയില്ല എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആ ഒരു ആഗ്രഹം അടുത്ത തവണയും വോട്ട് ചെയ്യാൻ എത്തണമെന്നുള്ളതാണ്. അത്യന്തം മനോഹരമായ ഒരു കാഴ്ച തന്നെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഏകദേശം 104 വയസ്സുണ്ട്, 104 വയസ്സുണ്ട്. 70ഓളം വോട്ടർമാരാണ് ആ കുടുംബത്തിൽ തന്നെ ഉള്ളത് എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത എന്നുള്ളത്. മക്കളും കൊച്ചുമക്കളും ഉൾപ്പെടെ ഏകദേശം 70ഓളം വോട്ടർമാർ ആ കുടുംബത്തിൽ നിന്ന് തന്നെ ആ വാർഡിൽ വോട്ട് ചെയ്യാനുണ്ട്. അത്തരത്തിൽ ഒരു വലിയ കുടുംബം, ആ വലിയ കുടുംബത്തിന്റെ ഒരു ഏറ്റവും മുതിർന്ന കാരണവരായി തന്നെ ആ മക്കളെയും ഒക്കെയായി എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്ന ഒരു മനോഹര കാഴ്ചയാണ് എന്തായാലും ഇടുക്കിയിൽ നിന്ന് നമുക്ക് കാണാൻ കഴിഞ്ഞത്. തീർച്ചയായും സുബിൻ, അനുകരിക്കാൻ കഴിയുന്ന മാതൃക എന്ന് തന്നെ ഇതിനെ വിളിക്കേണ്ടി വരും. എത്ര മനോഹരമായ കാഴ്ചയാണ്. 104-ാം വയസ്സിലും വടിയുടെ സഹായത്തോടു കൂടി അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് ആ വോട്ടിന്റെ വില നന്നായി മനസ്സിലാകും. ഇപ്പോഴും നമുക്കിടയിൽ വോട്ട് ചെയ്യണോ വേണ്ടോ എന്നൊക്കെ ആലോചിച്ചിരിക്കുന്ന ചില പ്രേക്ഷകരെങ്കിലും ഉണ്ടാകും. അപ്പോൾ ഒട്ടും സമയം കളയേണ്ട, എല്ലാവരും അവരവരുടെ സമ്മതിദാന അവകാശം വളരെ വ്യക്തമായി രേഖപ്പെടുത്തേണ്ടതാണ്.